ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഈഗിൾ ലേണിംഗ്. നമുക്ക് എക്സാം തുടങ്ങാൻ വളരെ കുറഞ്ഞ സമയം മാത്രം ബാക്കി നിൽക്കുന്നു. നമ്മളെ മുന്നിൽ 4 ചാപ്റ്റർ നമ്മളെ കയ്യിലുണ്ട്. ഒരുപാട് ഡൗട്ട് ഉണ്ടാവും മക്കൾക്ക്, ഈ 4 ചാപ്റ്ററും ഞങ്ങൾ എങ്ങനെയാ പഠിച്ചു തീർക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാപ്റ്റർ ഒഴിവാക്കി പഠിച്ചാലോ? അങ്ങനെയുള്ള ഒരുപാട് തോട്ടുമായിട്ട് നിൽക്കുന്ന കുട്ടികൾക്ക്, മക്കൾക്ക് ഒരു അടിപൊളി വാർത്തയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് പഠിക്കാനുള്ള ചാപ്റ്ററും നിങ്ങളുടെ കയ്യിലുള്ള സമയം എക്സസ് ആണ്. പഠിക്കാനുള്ള ചാപ്റ്റർ വളരെ കുറവും, പഠിക്കാനുള്ള സമയം ഒരുപാട് കൂടുതലുമാണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. ഇപ്പം ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് 1 മണിക്കൂർ മാക്സിമം നിങ്ങൾ ചിലവഴിക്കണം. എൻ്റെ കൂടെ ഇപ്പം ചിലവഴിക്കുന്നത് അരമണിക്കൂർ. അതിന് കൂടെ അരമണിക്കൂർ കൂടി നിങ്ങൾ എക്സ്ട്രാ ചിലവഴിക്കാം. അരമണിക്കൂർ തിയറി പഠിക്കാനും അരമണിക്കൂർ പ്രോബ്ലം ചെയ്യാനും സൊല്യൂഷൻ തീരും. സൊല്യൂഷൻ എന്ന ചാപ്റ്റർ തീർക്കാൻ നമുക്ക് 1 മണിക്കൂർ മതി എന്നാ പറയുന്നത്. 1 മണിക്കൂർ മതി. അരമണിക്കൂർ ഇപ്പം നിങ്ങൾ എൻ്റെ കൂടെ ഇരിക്കുന്നു, അരമണിക്കൂർ അതിൽ തിയറി ന്യൂമറിക്കൽസും ചെയ്തു നോക്കുന്നു. അപ്പോൾ ഓക്കെ അല്ലേ? നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാ കൺസെപ്റ്റും നോട്ടും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഓക്കെ ആണ്, സ്റ്റാർട്ട് ചെയ്യണം. യെസ്, സൊല്യൂഷനിലേക്ക് കടക്കുന്ന നേരം ആദ്യം നമ്മൾ പഠിക്കുക മെത്തേഡ്സ് ഫോർ എക്സ്പ്രസിങ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ ആണ് അല്ലേ? ഒരു സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള മെത്തേഡ്സ് ഏതൊക്കെ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആ പാർട്ട് നമുക്ക് വരാനുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒറ്റ ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് മൊളാരിറ്റി ആൻഡ് മൊളാലിറ്റി. മൊളാലിറ്റിയും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറയാം നിങ്ങളോട്. അപ്പം മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയേണ്ടത്, മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ. അങ്ങനെ എഴുതാ. മൊളാരിറ്റി ക്യാപിറ്റൽ എം എന്ന് എഴുതാ. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ 1 ലിറ്റർ. ഇതാണ് മൊളാരിറ്റിയുടെ ഡെഫിനേഷൻ. മൊളാലിറ്റി എന്താണെന്ന് ചോദിക്കും. എന്താ മൊളാലിറ്റി? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ കിലോഗ്രാം ഓഫ് സോൾവെന്റ്. ക്ലിയർ അല്ലേ? അപ്പൊ മൊളാലിറ്റിയുടെയും ഡെഫിനേഷൻ ആദ്യം എഴുതി വെക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ? ഡിഫറൻഷിയേറ്റ് മൊളാരിറ്റി ആൻഡ് മൊളാലിറ്റി എന്നായിരിക്കും ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ പറയും നമ്പർ ഓഫ് മോൾസ് പെർ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ ആണ് മൊളാരിറ്റി എങ്കിൽ, മൊളാലിറ്റി എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ കിലോഗ്രാം ഓഫ് സോൾവെന്റ് ആണ്. 1 പോയിന്റ് കൂടി എഴുതണ്ടേ? 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ 1 പോയിന്റ് കൂടി എഴുതണ്ടേ? 1 പോയിന്റ് എഴുതി വെച്ചാൽ മതിയോ? പോരാ, 1 പോയിന്റ് കൂടി എഴുതാം. മൊളാരിറ്റി ഇത്, അതായത് ഇത് ക്യാപിറ്റൽ എം മൊളാരിറ്റി, ഇത് ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണ്. ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യും. ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് മൊളാരിറ്റി മാറിക്കൊണ്ടിരിക്കുമെന്ന്. മൊളാലിറ്റി ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് ആണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്. മെത്തേഡ്സ് ഫോർ എക്സ്പ്രസിംഗ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആയി. ഡിഫറൻഷിയേറ്റ് മൊളാരിറ്റി ആൻഡ് മൊളാലിറ്റി. 1 ഈസ് ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആൻഡ് അതർ ഈസ് ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ്. ഡെഫിനേഷൻ ചെയ്ത് അപ്പോൾ 1 മാർക്ക്, 1 ക്വസ്റ്റ്യൻ ക്ലിയർ, 2 മാർക്ക്. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. വളരെ രസകരമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഹെൻറീസ് ലോ. വളരെ രസകരമായിട്ട് പറയാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് ഇത് ഹെൻറീസ് ലോ. ഓക്കെ, ഹെൻറീസ് ലോയും അതിന്റെ അപ്ലിക്കേഷനും. എന്താണ് ഹെൻറീസ് ലോ എന്ന് ചോദിച്ചാൽ, എന്താ ഹെൻറീസ് ലോ? മാസ് ഓഫ് ഗ്യാസ് മോളിക്യൂൾ ഡിഫൈൻ ചെയ്യാൻ എക്സ്പ്ലെയിൻ ഹെൻറീസ് ലോ, ഗിവ് ഇറ്റ്സ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്നൊക്കെ പറയും. അപ്പൊ എന്താണ് ഹെൻറീസ് ലോ? ഹെൻറീസ് ലോ പറയുന്നതാണ് മാസ് ഓഫ് ഗ്യാസ് മോളിക്യൂൾ ഡിസോൾവ്ഡ് ഇൻ എ സ്യൂട്ടബിൾ മാസ് ഓഫ് സോൾവെന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി എക്സ്റ്റേണൽ പ്രഷർ അപ്ലൈഡ് ഓൺ ദ ലിക്വിഡ് സർഫസ്. എന്താ പറ? at constant temperature solubility of gas molecules dissolved in a suitable mass of solvent is directly proportional to the external pressure applied on the liquid surface. ക്ലിയർ അല്ലേ? അതായത് ഡിസോൾവ് ചെയ്യുന്ന ഗ്യാസ് മോളിക്യൂൾ, പെർട്ടിക്കുലർ സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യുന്ന ഗ്യാസ് മോളിക്യൂൾസിന്റെ അളവ് അല്ലെങ്കിൽ ഗ്യാസിന്റെ അളവ് എന്ന് പറഞ്ഞാൽ അതിന് മുകളിൽ കൊടുക്കുന്ന എക്സ്റ്റേണൽ പ്രഷറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന്. ഹെൻറീസ് ലോ കഴിഞ്ഞു. ഒറ്റ പോയിന്റ് കൂടി പഠിക്കണം, ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് ഹെൻറീസ് ലോ. ടെമ്പറേച്ചർ മാറുന്നതിനും സോല്യൂബിലിറ്റി മാറുമോ ഇല്ലയോ എന്നുള്ള അവർ ചോദിക്കും. ടെമ്പറേച്ചർ ഇൻക്രീസസ്, സോല്യൂബിലിറ്റി ഓഫ് ഗ്യാസ് മോളിക്യൂൾ ഡിക്രീസസ്. ടെമ്പറേച്ചറും സോല്യൂബിലിറ്റിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അവർ ചോദിക്കുക എക്സാമിനുണ്ടാവും, സോല്യൂബിലിറ്റിയും ടെമ്പറേച്ചറും എങ്ങനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? അല്ലെങ്കിൽ അക്വാട്ടിക് സ്പീഷീസ്, വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ്. അക്വാട്ടിക് സ്പീഷീസിന് ഏറ്റവും നല്ലത് കോൾഡ് വാട്ടർ ആണ്, ഹോട്ട് വാട്ടർ അല്ല. തണുത്ത വെള്ളമാണ് അക്വാട്ടിക് സ്പീഷീസിന് നല്ലത്. കാരണം കൂടുതൽ ഓക്സിജൻ ഡിസോൾവ് ചെയ്യുക ടെമ്പറേച്ചർ കുറയുന്ന സമയത്താ. അക്വാട്ടിക് സ്പീഷീസിന് അബ്സോർബ് ചെയ്യണമെങ്കിൽ ഓക്സിജൻ വേണം. ആ ഡിസോൾവ് ഓക്സിജൻ ഡിസോൾവ് ചെയ്യണമെങ്കിൽ ലോവർ ടെമ്പറേച്ചർ ആണ് നല്ലത്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അവിടെ വരും ഹെൻറീസ് ലോയിൽ. അപ്പൊ ഹെൻറീസ് ലോ എന്താണെന്ന് ചോദിക്കും.
ഒരു ക്വസ്റ്റ്യൻ എൻട്രീസ് ലോ എന്താന്ന് ചോദിക്കും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? അക്വാട്ടിക് സ്പീഷീസ് ആർ മോർ കംഫർട്ടബിൾ ഇൻ കോൾഡ് വാട്ടർ ദാൻ ഹോട്ട് വാട്ടർ because in cold water solubility of or amount of oxygen, dissolved oxygen is comparatively high. Clear അല്ലേ? Yes. പിന്നെ അപ്ലിക്കേഷൻ ചോദിക്കും. അപ്ലിക്കേഷൻ ഓഫ് ഹെൻറീസ് ലോ അല്ലെങ്കിൽ കോൺസിക്വൻസ് ഓഫ് ഹെൻറീസ് ലോ. അതിൽ 3 രീതിയിലാണ് പറയുന്നത്. സ്കൂബ ഡൈവേഴ്സ് ക്യാരിങ് ഓക്സിജൻ ഹീലിയം മിക്സർ ബട്ട് നോട്ട് എയർ ടു അവോയ്ഡ് ഡിസീസ് ബെൻഡ് എന്നുള്ള ഡിസീസ് ഒഴിവാക്കാൻ വേണ്ടി അവർ ക്യാരി ചെയ്യുന്നത് ഓക്സിജൻ ഹീലിയം മിക്സർ ആണ്, എയർ അല്ല എന്ന് പറയും. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഇപ്പൊ സോഫ്റ്റ് ഡ്രിങ്ക് ബോട്ടിലും സോഡ ബോട്ടിലും ഒക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഫിസ് സൗണ്ട് വരുന്നുണ്ട്. ബിക്കോസ് വിത്ത് ഈ സീൽഡ് വിത്ത് എക്സസ് പ്രഷർ കൊടുത്ത് സീൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ക്ലിയർ അല്ലേ? അതുപോലെ തന്നെ ക്ലൈംബേഴ്സിന് എന്ത് ചെയ്യുക, ഒരു തിങ്കിങ് പവർ, ഹിൽ ടോപ്പിലേക്ക് പോകുന്നതോറും അവരുടെ തിങ്കിങ് പവർ ലോസ് ആവുന്ന ഒരു ഫിനോമിനൻ ഉണ്ട്. ദാറ്റ് ഇസ് നോൺ ആസ് അനോക്സിയ. ക്ലിയർ അല്ലേ? അതൊക്കെ ആരായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുക? ഹെൻറീസ് ലോ ആയിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ്, കോൺസിക്വൻസ് ആണ് ഹെൻറീസ് ലോന്റെ. അപ്പൊ ആ പോയിന്റ് ക്ലിയർ ആയല്ലോ. ഹെൻറീസ് ലോ എന്താന്ന് ക്ലിയർ ആയി. അതുമായിട്ട് ബന്ധപ്പെട്ട 3 ക്വസ്റ്റ്യൻ ആണ് വരാൻ ചാൻസ് ഉള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ഹെൻറീസ് ലോ, വാട്ട് ഈസ് ഇറ്റ്സ് ടെമ്പറേച്ചർ. രണ്ടാമത്തത് അക്വാട്ടിക് സ്പീഷീസ് ആർ മോർ കംഫർട്ടബിൾ ഇൻ കോൾഡ് വാട്ടർ ദാൻ ഹോട്ട് വാട്ടർ. മൂന്നാമത്തെ എക്സ്പ്ലെയിൻ ദ കോൺസിക്വൻസ് ഓഫ് ഹെൻറീസ് ലോ. അങ്ങനെ 3 ക്വസ്റ്റ്യൻ ആണ് ഈ പാർട്ടിൽ നിന്ന് ഉണ്ടാവുക. ഓക്കെ, അടുത്ത ടോപ്പിക്കിലേക്ക് നമ്മൾ പോവുമല്ലേ. അടുത്തത് റൗൾസ് ലോ ആണ്. എന്താണ് റൗൾസ് ലോ എന്നാ പറയാൻ പോകുന്നത്? വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റും. നമ്മൾ എന്ത് ചെയ്യാം, നമ്മളൊരു കണ്ടെയ്നറിൽ, മക്കൾ ശ്രദ്ധിക്കുക, ഒരു കണ്ടെയ്നറിൽ വാട്ടറും ആൽക്കഹോൾ എടുക്കുക. വാട്ടർ പ്ലസ് ആൽക്കഹോൾ എടുക്കുക. ക്ലിയർ ആണ്? 2 വോളറ്റൈൽ കമ്പോണൻസ് ആണ്. ക്ലിയർ അല്ലേ? ആൽക്കഹോളും നിങ്ങൾക്കറിയാം, ആൽക്കഹോളും വേപ്പറാവും വാട്ടറും വേപ്പറാവും എന്ന് മക്കൾക്കറിയാം. ക്ലിയർ അല്ലേ? യെസ് അല്ലേ? യെസ്. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞാൽ ആരൊക്കെ പ്രഷർ ആയിരിക്കും? പ്രഷർ ഡ്യൂ ടു ആൽക്കഹോൾ അല്ലേ? പ്രഷർ ഡ്യൂ ടു ആൽക്കഹോൾ ആയിരിക്കാം, ആൻഡ് പ്രഷർ ഡ്യൂ ടു വാട്ടർ ആയിരിക്കാം അല്ലെ. ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞാൽ വാട്ടറിന്റെ പ്രഷർ പ്ലസ് ആൽക്കഹോളിന്റെ പ്രഷർ ആയിരിക്കും. അതിന് പറയുന്ന പേരാണ് പാർഷ്യൽ പ്രഷർ. ഈ പാർഷ്യൽ പ്രഷർ കാണാനുള്ള ലോ ആണെന്ന് പറയുന്നത് റൗൾസ് ലോ. റൗൾസ് ലോ പറയുന്നത് partial vapor pressure of a component in a solution. Partial vapor pressure of a component in a solution is a product of vapor pressure of pure component and its small fraction. അതായത് ആൽക്കഹോളിന്റെ പ്യൂർ സ്റ്റേറ്റിലുള്ള വേപ്പർ പ്രഷറും ആ സൊല്യൂഷനിൽ ആൽക്കഹോളിന്റെ മോർഫ്രേഷനും അറിയാമെങ്കിൽ മക്കൾ മനസ്സിലാക്കുന്നുണ്ടല്ലേ. ഇപ്പൊ ആൽക്കഹോൾ ഇവിടെ തരാം. ആൽക്കഹോളിന്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാൽ ആൽക്കഹോൾ ഉണ്ടാക്കുന്ന പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാൽ പ്യൂർ സ്റ്റേറ്റിലുള്ള ആൽക്കഹോളിന്റെ പ്രഷർ ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് ആൽക്കഹോൾ ആയിരിക്കും. അതുപോലെ പാർഷ്യൽ പ്രഷർ ഓഫ് വാട്ടർ എന്താ എന്ന് ചോദിച്ചാൽ വേപ്പർ പ്രഷർ ഓഫ് പ്യൂർ വാട്ടർ ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് വാട്ടർ ആയിരിക്കും. ഇതാണ് റൗൾസ് ലോ. അപ്പൊ റൗൾസ് ലോ ക്ലിയർ അല്ലേ? ചോദിക്കാറുണ്ട് എക്സ്പ്ലെയിൻ റൗൾസ് ലോ എന്ന് ചോദിക്കാറുണ്ട്. ഗിവ് ഇറ്റ്സ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. എന്താ? പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് എ കമ്പോണന്റ് ഇൻ എ സൊല്യൂഷൻ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ partial vapor pressure of a component in a solution is the product of vapor pressure of pure component and its small fraction. അതല്ലേ റെഡി അല്ലേ? ഓക്കെ ആണ്. അപ്പോൾ റൗൾസ് ലോ ക്ലിയർ ആയി. അവിടെയും കിട്ടി 2 മാർക്ക് എന്ന് ഓർമ്മിക്കുക. യെസ്. നെക്സ്റ്റ് ഐഡിയൽ സൊല്യൂഷൻ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻ ആണ്. ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ റൗൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് ഐഡിയൽ സൊല്യൂഷൻ. റൗൾസ് ലോ ഒബേ ചെയ്യുന്നില്ലെങ്കിൽ അതിനെ നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്നാ വിളിക്കുക. ചോദിക്കേ explain any 2 properties of non-ideal solution showing positive deviation. Explain any 2 properties of non-ideal solution showing negative deviation. Explain any 2 properties of ideal solution. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. 3 രീതിയിലാണ് ഇതിൽ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. Explain any 2 properties of ideal solution. Explain any 2 properties of non-ideal solution showing positive deviation. And explain any 2 properties of non-ideal solution showing negative deviation. ഈ കോളം പഠിച്ചാൽ മാത്രം മതി. ക്ലിയർ അല്ലേ? ഇത്രേ പഠിക്കണ്ടു. സൊല്യൂഷൻ റൗൾസ് ലോ ഒബേ ചെയ്യുകയാണെങ്കിൽ അത് ഐഡിയൽ ആണ്. റൗൾസ് ലോ ഒബേ ചെയ്യുന്നില്ലെങ്കിൽ നോൺ ഐഡിയൽ ആണ്. ക്ലിയർ ആണല്ലോ? യെസ്. ഐഡിയൽ സൊല്യൂഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ
ഇവിടെ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യല ലിബറേറ്റ് ചെയ്യല വൈൽ മിക്സിങ്. ഇവരെ മിക്സ് ചെയ്യുന്ന കമ്പണന്റുകൾ മിക്സ് ചെയ്യുന്ന സമയത്ത് എനർജി അബ്സോർപ്ഷനും ഇല്ല, എനർജി ലിബറേഷനും ഇല്ല. സോ ഡെൽറ്റ എച്ച് ഈക്വൽ 0. വോളിയം കൂടുകയില്ല കുറയില്ല, ഡെൽറ്റ വി ഈക്വൽ 0. എല്ലാ ഇന്ററാക്ഷനും ഈക്വൽ ആയിരിക്കും. സൊല്യൂട്ട് സൊല്യൂട്ട് ഇന്ററാക്ഷൻ ഈസ് ഈക്വൽ ടു സോൾവെന്റ് സോൾവെന്റ് ഇന്ററാക്ഷൻ ഈസ് ഈക്വൽ ടു സോൾവെന്റ് സൊല്യൂട്ട് ഇന്ററാക്ഷൻ. എല്ലാ ഇന്ററാക്ഷനും ഈക്വൽ ആയിരിക്കും. അവർ ഐഡിയൽ ആണടാ. അപ്പൊ ആ പോയിന്റ് 2 പോയിന്റ് പഠിച്ചാൽ 3 പോയിന്റ് ആയില്ലേ? 2 പോയിന്റ് അല്ല, 2 പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞതെങ്കിലും 3 പോയിന്റ് ആയിപ്പോ. എന്തൊക്കെയാ? എനർജി ഡെൽറ്റ എച്ച് മിക്സിംഗ് ഈക്വൽ 0. എടാ അവര് 2 പേര് 2 കമ്പോണന്റുകൾ മിക്സ് ചെയ്ത് സൊല്യൂഷൻ ഉണ്ടാക്കുന്നതിനും എനർജി അബ്സോർപ്ഷനും ഇല്ല, എനർജി ലിബറേഷനും ഇല്ല. ഡെൽറ്റ വി ഈക്വൽ 0. വോളിയം കൂടുകയില്ല കുറയുകയില്ല. സോ എല്ലാ ഇന്ററാക്ഷനും ഈക്വൽ ആയിരിക്കും. സോൾവെന്റ് സോൾവെന്റ് സൊല്യൂട്ട് സൊല്യൂട്ട് സോൾവെന്റ് സൊല്യൂട്ട് 3 ഇന്ററാക്ഷനും ഈക്വൽ ആണെങ്കിൽ അവർ ഐഡിയൽ ആണടാ. ക്ലിയർ അല്ലേ? ഇനി പോസിറ്റീവ് ഡീവിയേഷൻ എക്സാമ്പിൾ 2 എക്സാമ്പിൾ കൊടുത്തിട്ട് ക്ലോറോബെൻസീനും ബ്രോമോബെൻസീനും ഹെക്സൈനും ഹെപ്റ്റൈനും ഇവരൊക്കെ ഐഡിയൽ ആണ്. മതി 2 മാർക്കിന് അത് മതി. അടുത്തത് നോൺ ഐഡിയൽ പോസിറ്റീവ് ഡീവിയേഷൻ പഠിക്കാൻ എളുപ്പമാണ്. ക്ലിയർ അല്ലേ? നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ പഠിക്കാൻ എളുപ്പമാണ്. ഡെൽറ്റ എച്ച് മിക്സിംഗ് ഗ്രേറ്റർ ദാൻ 0 ദാറ്റ് ഈസ് പോസിറ്റീവ് ആണ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതായത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഡെൽറ്റ എച്ച് എൻഡോതെർമിക് ആണ്. ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആണെന്നാണ് എൻഡോതെർമിക് ആണ്. ഡെൽറ്റ വി പോസിറ്റീവ് എന്നാണ് വോളിയം കൂടും. മിക്സ് ചെയ്യുന്നതിന് വോളിയം കൂടുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. 2 കമ്പോണന്റുകൾ മിക്സ് ചെയ്യുന്നതിന് വോളിയം കൂടുന്നുണ്ട്, എനർജി അബ്സോർബ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നോൺ ഐഡിയൽ വിത്ത് പോസിറ്റീവ് ആണ്. ക്ലിയർ അല്ലേ? അവിടെ നോൺ ഐഡിയൽ വിത്ത് പോസിറ്റീവിന്റെ പ്രത്യേകത സോൾവെന്റും സൊല്യൂട്ടും തമ്മിലുള്ള ഇന്ററാക്ഷൻ കുറവായിരിക്കും. സോൾവെന്റ് സൊല്യൂട്ട് ഇന്ററാക്ഷൻ കുറവായിരിക്കുമെന്ന്. ക്ലിയർ അല്ലേ? ഏതാ കൂടുക? സോൾവെന്റ് സോൾവെന്റ് ശ്രദ്ധിച്ചോ, സോൾവെന്റ് ഇന്ററാക്ഷൻ സോൾവെന്റ് ഇന്ററാക്ഷനും സൊല്യൂട്ട് ഇന്ററാക്ഷനും വലുതായിരിക്കും. സോൾവെന്റ് സൊല്യൂട്ട് ഇന്ററാക്ഷൻ കുറവായിരിക്കും. സോ അവർ വേസ്റ്റ് ആയിട്ട് വേപ്പറായി പോകും. ക്ലിയർ ആണ്? ക്ലിയർ അല്ലേ? യെസ്. അടുത്തത് നെഗറ്റീവ് ഡീവിയേഷൻ. 2 എയും ബിയും മിക്സ് ചെയ്യുന്നതിന് വോളിയം കുറയുന്നുവെങ്കിൽ നെഗറ്റീവ് ആണ്. ഡെൽറ്റ വി മിക്സിംഗ് ഈക്വൽ നെഗറ്റീവ് ആണ്. അതുപോലെ ഡെൽറ്റ എച്ച് മിക്സിംഗ് ഈക്വൽ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എക്സോതെർമിക് ആണ്. എക്സോതെർമിക് 2 എയും ബിയും മിക്സ് ചെയ്യുന്ന സമയത്ത് എനർജി ലിബറേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എച്ച് മിക്സിംഗ് നെഗറ്റീവ് ആണ്. ക്ലിയർ അല്ലേ? സോൾവെന്റ് സൊല്യൂട്ട് ഇന്ററാക്ഷൻ കൂടുതലായിരിക്കും. സോൾവെന്റും സൊല്യൂട്ടും തമ്മിലുള്ള ഇന്ററാക്ഷൻ കൂടുതലായതുകൊണ്ട് അവർക്ക് വേപ്പറായി പോകാൻ പറ്റില്ലടാ. ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ 3 രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഈ പറഞ്ഞ 3 ക്വസ്റ്റ്യൻ ചോദിക്കും. അല്ലെങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻ അവർ ചോദിക്കുക. വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുക. എത്തനോളും അസറ്റോണും ഇത് എത്തനോളാണ്. C2H5OH എത്തനോൾ പ്ലസ് അസറ്റോൺ. ഇത് ഏത് ടൈപ്പ് ഡീവിയേഷൻ ആണ് കാണിക്കുക എന്ന് ചോദിക്കും. എത്തനോൾ പ്ലസ് അസറ്റോൺ ഏത് ടൈപ്പ് ഡീവിയേഷൻ ആണ് കാണിക്കുക? ഏതെങ്കിലും 2 പ്രോപ്പർട്ടി പറയാൻ പറയും. എത്തനോളും അസറ്റോണും കാണിക്കുന്ന ഡീവിയേഷൻ പോസിറ്റീവ് ഡീവിയേഷൻ ആണെന്ന് പറയാം. പോസിറ്റീവ് ഡീവിയേഷൻ. പിന്നെ അവർ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ക്ലോറോഫോം പ്ലസ് അസറ്റോൺ. ക്ലോറോഫോമും അസറ്റോണും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഡീവിയേഷൻ ആണെന്ന് ചോദിക്കും. സോ നമ്മൾ പറയും നെഗറ്റീവ് ഡീവിയേഷൻ ആണെന്ന് പറയും. ഒന്ന് പോസിറ്റീവ് ഡീവിയേഷൻ. എത്തനോൾ പ്ലസ് അസറ്റോൺ പോസിറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ ക്ലോറോഫോം പ്ലസ് അസറ്റോൺ എന്ത് ഡീവിയേഷനാ? നെഗറ്റീവ് ഡീവിയേഷൻ. അപ്പൊ അതും ക്ലിയർ അല്ലേ? അപ്പൊ അതും ക്വസ്റ്റ്യൻ ചോദിക്കും. ഐഡിയലും നോൺ ഐഡിയലും ഇത്രയും ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. അടുത്ത ടോപ്പിക്കിലേക്ക് നമ്മൾ പോവാണ്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഈസി ആയിട്ട് പറയാൻ പറ്റും. മക്കൾ നോക്കിയതാ. സപ്പോസ് ഞാനൊരു വാല്യൂ എഴുതുക എന്ന് മാത്രം കേട്ടോ. ഒരു ബീക്കറിൽ നമ്മൾ പ്യുവർ വാട്ടർ എടുത്ത് വെച്ചു. ഈ പ്യുവർ വാട്ടർ എടുത്ത് വെച്ചപ്പം മക്കൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് TB എന്ന് പറയാം. T0B ബോയിലിംഗ് പോയിന്റ് ഓഫ് പ്യുവർ വാട്ടർ ദാറ്റ് ഈസ് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഫ്രീസിംഗ് പോയിന്റ് ഓഫ് പ്യുവർ വാട്ടർ അഥവാ T0F ഫ്രീസിംഗ് പോയിന്റ് ഓഫ് പ്യുവർ വാട്ടർ അഥവാ T0F 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. 0 ഡിഗ്രി സെൽഷ്യസ്. ക്ലിയർ അല്ലേ? ഇതിന്റെ വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ വേപ്പർ പ്രഷർ പ്യുവർ സോൾവെന്റ് വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ P0A 33 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അല്ലെ പ്യുവർ വാട്ടറിന്റെ 3 കേസുകളാണ് നമ്മൾ പറഞ്ഞത്. പ്യുവർ വാട്ടറിന് ബോയിലിംഗ് പോയിന്റ് എത്രയാ? 100 ഡിഗ്രി സെൽഷ്യസ്. ഫ്രീസിംഗ് പോയിന്റ് എത്രയാ? 0 ഡിഗ്രി സെൽഷ്യസ്. വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ വാട്ടർ എത്രയാ? 33 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി. ഓക്കെ അല്ലേ? ഞാൻ ഇതിലേക്ക് ഇച്ചിരി ഷുഗർ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ഇച്ചിരി എന്ത് ചെയ്യാം? ഗ്ലൂക്കോസ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ യൂറിയ എന്തെങ്കിലും നോൺ ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യാം. വാട്ടർ പ്ലസ് ഗ്ലൂക്കോസ്. അതായത് 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഇപ്പം പഠിക്കാൻ പോകും കേട്ടോ. ഗ്ലൂക്കോസ് ആഡ് വളരെ കുറഞ്ഞ എമൗണ്ട് ആണ്.
വളരെ കുറഞ്ഞ എമൗണ്ട് ഗ്ലൂക്കോസ് മാത്രമാണ് ഞാൻ ആഡ് ചെയ്തത്. എന്താ സംഭവിക്കാൻ നോക്കുക നമ്മൾ. ഒന്നുമില്ല, ഇതിൻ്റെ ബോയിലിംഗ് പോയിന്റ് കൂടി TB 101 ഡിഗ്രിയായി മാറി, ഡിഗ്രി സെൽഷ്യസ്. എത്ര കൂടി? 1 ഡിഗ്രി കൂടി. ഇതിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് TF -1 ഡിഗ്രി സെൽഷ്യസ്, ഫ്രീസിംഗ് പോയിന്റ് കുറഞ്ഞു. ഇതിനെ വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ 30 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി, 30 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി 3 കുറഞ്ഞു. അല്ലേ? ക്ലിയർ അല്ലേ? എന്തൊക്കെ സംഭവിച്ചു? ബോയിലിംഗ് പോയിന്റ് കൂടിയെന്ന്, ഫ്രീസിംഗ് പോയിന്റ് വളരെ കുറച്ച് കുറഞ്ഞു. പിന്നെയോ വേപ്പർ പ്രഷർ ഓൾറെഡി പ്യുവർ വാട്ടറിന് 33 ആയിരുന്നു, ഇവിടെ 30 ആയി മാറി, വീണ്ടും 3 കുറഞ്ഞു, വേപ്പർ പ്രഷർ കുറഞ്ഞു. പിന്നെ വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഓസ്മോട്ടിക് പ്രഷർ ഉണ്ട്. അതിന് പെർട്ടിക്കുലർ ഇതിന് ഓസ്മോട്ടിക് പ്രഷർ കമ്പാരിറ്റീവ്ലി ഉണ്ടാവില്ല പ്യുവർ വാട്ടറിന്. ഇതിന് ഓസ്മോട്ടിക് പ്രഷർ 6 അറ്റ്മോസ്ഫിയർ ഓസ്മോട്ടിക് പ്രഷർ വന്നു. അപ്പൊ 4 ചേഞ്ചാണ് ഉണ്ടാവുന്നത്. ക്ലിയർ അല്ലേ? അത് പ്യുവർ വാട്ടറിലേക്ക് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആയിട്ടാൽ 4 ചേഞ്ചാണ് ഉണ്ടാവുക. ബോയിലിംഗ് പോയിന്റ് കൂടാം, ഫ്രീസിംഗ് പോയിന്റ് കുറയാം, പിന്നെ വേപ്പർ പ്രഷർ കുറയാം, ഓസ്മോട്ടിക് പ്രഷർ കൂടാം. ഈ 4 എണ്ണമാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഇറ്റ്സ് എ പ്രോപ്പർട്ടി ഓഫ് വെരി ഡയൽ. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്യാൻ ചോദിക്കും. മോസ്റ്റ് പ്രോബ്ലി അങ്ങനെയല്ല ചോദിക്കാറ്. വാട്ട് ആർ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്നാ ചോദിക്കാറ്. 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണുള്ളത്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആദ്യം ഡിഫൈൻ ചെയ്യുക. ഇറ്റ്സ് എ പ്രോപ്പർട്ടി ഓഫ് വെരി ഡൈല്യൂട്ട് സൊല്യൂഷൻ which depend only number of solute particle but not depend upon nature of solute particle. നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യില്ല, നമ്പറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണിത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ. അല്ലെ? ബോയിലിംഗ് പോയിന്റ് കൂടിയാൽ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഫ്രീസിംഗ് പോയിന്റ് കുറഞ്ഞാൽ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്, വേപ്പർ പ്രഷർ കുറഞ്ഞാൽ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ആൻഡ് അതർ ഈസ് ഓസ്മോട്ടിക് പ്രഷർ. 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. ക്ലിയർ അല്ലേ? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ മെയിൻ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ടു കാൽക്കുലേറ്റ് മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ള ഞാൻ പ്യുവർ വാട്ടർ എടുത്തു. മക്കൾ ശ്രദ്ധിക്കുക, ഒരു പ്യുവർ വാട്ടർ എടുത്തു. പ്യുവർ വാട്ടറിലേക്ക് ഏതോ ഒരു സൊല്യൂട്ട്, എനിക്കറിയത്തില്ലടാ, ഏതോ ഒരു സൊല്യൂട്ട് ആഡ് ചെയ്തപ്പം അതിന് ബോയിലിംഗ് പോയിന്റ് കൂടി, വേപ്പർ പ്രഷർ കുറഞ്ഞു, ഫ്രീസിംഗ് പോയിന്റ് കുറഞ്ഞു, ഓസ്മോട്ടിക് പ്രഷർ കൂടി. ഏതാ സൊല്യൂട്ട് എന്ന് എനിക്കറിയത്തില്ല. ആ സൊല്യൂട്ടിന്റെ മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ ആപ്ലിക്കേഷൻ. ആ മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഞാൻ ഇവിടെ ചെയ്താൽ ഓരോന്നിന്റെയും. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ആണെങ്കിൽ ഇതാണ് ഇക്വേഷൻ. ഡെൽറ്റ P by P0A is equal to WB by MB into MA by WA. Yes. Elevation of boiling point delta TB is equal to KB into WB by MB into 1000 by WA. And delta TF is equal to KF into WB by MB into 1000 by WA. And osmotic pressure pi is equal to WB by MB into RT by V. ക്ലിയർ അല്ലേ? 4 കൊളിഗേറ്റീവ്. ക്ലിയർ അല്ലേ? 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് അൺനോൺ സൊല്യൂട്ടിന്റെ മോളാർ മാസ് എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ള ഇക്വേഷൻ ആണിത്. ആദ്യത്തെ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ആണ്. രണ്ടാമത്തെ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ആണ്. മൂന്നാമത്തെ ഓസ്മോട്ടിക് പ്രഷർ ആണ്. നാലാമത്തെ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ആണ്. WB എന്താ, WA എന്താ, അതൊക്കെ നമ്മൾ ആദ്യം പഠിച്ചു. WB എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് സൊല്യൂട്ട് ആണ്. MB എന്ന് പറഞ്ഞാൽ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ആണ്. WA എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് സോൾവെന്റ് ആണ്. എല്ലാം പഠിച്ചാണ്. ക്ലിയർ അല്ലേ? ഇനി പറയുന്ന ഐസോട്ടോണിക് സൊല്യൂഷൻ, ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ ആൻഡ് ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ. രണ്ടുപേർക്ക് സെയിം കോൺസെൻട്രേഷൻ ആണെങ്കിൽ മക്കൾ വിളിക്കുക ഐസോട്ടോണിക് സൊല്യൂഷൻ. അല്ലേ? ഒരാൾക്ക് കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിൽ ഹൈപ്പർട്ടോണിക് ആണ്. നമ്മുടെ ബ്ലഡ് സെല്ലില്ലേ, നമ്മുടെ കൈ കുറെ നേരം ഉപ്പ് വെള്ളത്തിൽ മുക്കി വെച്ചാൽ ഷ്രിങ്ക് ആവുന്നുണ്ട്. കാരണം ബ്ലഡ് ഹൈപ്പോട്ടോണിക് ആണ് കമ്പയർഡ് ടു പ്യുവർ സാൾട്ട് വാട്ടർ. ബ്ലഡ് ഈസ് ഹൈപ്പോട്ടോണിക് കമ്പയർഡ് ടു സാൾട്ട് വാട്ടർ. ക്ലിയർ അല്ലേ? ബ്ലഡ് ഈസ് ഹൈപ്പോട്ടോണിക് കമ്പയർഡ് ടു സാൾട്ട് വാട്ടർ. ഇനി ഐസോട്ടോണിക് തന്നെ സെയിം കോൺസെൻട്രേഷൻ, രണ്ട് സൊല്യൂഷനും കോൺസെൻട്രേഷൻ സെയിം ആണെങ്കിൽ ഐസോട്ടോണിക് ആണ്. ഒരാളുടെ കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിൽ ഹൈപ്പർട്ടോണിക് ആണ്. മറ്റേ ആളുകളും കോൺസെൻട്രേഷൻ കുറഞ്ഞവര് ഹൈപ്പോട്ടോണിക്കും. ഓക്കെ, റെഡി. അടുത്തത് വേറെന്ന് പറയുന്നത് 0.9% NaCl സൊല്യൂഷൻ ഈസ് യൂസ് ഫോർ ഇൻട്രാവെനസ് ഇഞ്ചക്ഷൻ.
നമ്മുടെ ബ്ലഡിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്ന ഏത് സാധനവും ഇറ്റ് ഷുഡ് ബി ഐസോട്ടോണിക് വിത്ത് ബ്ലഡ് എന്നാണ് പറയുന്നത്. 0.9% NaCl സൊല്യൂഷന് തുല്യമായിട്ടുള്ളത് മാത്രമേ ഇഞ്ചെക്ട് ചെയ്യാൻ പാടുള്ളൂ. അതർവൈസ് ബ്ലഡ് സെൽ വിൽ ഷിങ്ക് ഓർ സെൽ. ബ്ലഡ് സെൽ ഷിങ്ക് ചെയ്യും അല്ലെങ്കിൽ സെൽ ചെയ്യും. ബ്ലഡ് സെൽ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. സോ നമ്മുടെ ബ്ലഡിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്ന ഏത് സാധനവും ഇറ്റ് ഷുഡ് ബി ഐസോട്ടോണിക് വിത്ത് ബ്ലഡ് എന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? യെസ്. അതുപോലെ തന്നെ സീ വാട്ടർ പ്യൂരിഫിക്കേഷൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക് ഉണ്ട്. വിച്ച് ടെക്നിക് ഈസ് യൂസ്ഡ് ഫോർ സീ വാട്ടർ പ്യൂരിഫിക്കേഷൻ എന്ന് വെച്ചാൽ അവിടെ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണത്. ഏതാ? റിവേഴ്സ് ഓസ്മോസിസ് ടെക്നിക് ആണ്. ക്ലിയർ? യെസ്. ഇനി സൊല്യൂഷനായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രീവിയസ് ഇയർ 10 ഇമ്പോർട്ടൻറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാണ്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ക്യാൻ ബി യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻ സൊല്യൂഷൻ. അതിലെ പോളിമേഴ്സിന്റെയും പ്രോട്ടീൻസിന്റെ ഒക്കെ മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ല മെത്തേഡ്, ഇറ്റ്സ് പ്രിഫറബിൾ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡ് ആണ്. എന്തുകൊണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതാ പോളിമേഴ്സിന്റെയും പ്രോട്ടീൻസിന്റെ ഒക്കെ മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ല മെത്തേഡ് ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡ് ആണ്. കാരണം മാഗ്നിറ്റ്യൂഡ് കമ്പാരിറ്റീവ്ലി ഹൈ, അതായത് മെഷറബിൾ വാല്യൂ കിട്ടുന്നത് ഓസ്മോട്ടിക് പ്രഷറിൽ തന്നെയാണ്. അതുപോലെ തന്നെ റൂം ടെമ്പറേച്ചറിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു പ്രോപ്പർട്ടി ഏത് തന്നെയാണ്? ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ ഇൻട്രാവേനിയസ് ഇഞ്ചക്ഷൻ ഓൺലി സൊല്യൂഷൻ വിത്ത് ഓസ്മോട്ടിക് പ്രഷർ ഈക്വൽ ടു ദാറ്റ് ഓഫ് 0.9% NaCl സൊല്യൂഷൻ ഈസ് യൂസ്ഡ്. ഇൻട്രാവേനിയസ് ഇഞ്ചക്ഷന് നമ്മൾ ഉപയോഗിക്കുന്നത് 0.9% NaCl സൊല്യൂഷൻ ആണ്. എന്തുകൊണ്ടാണ്? അതർവൈസ് ബ്ലഡ് സെൽ വിൽ ഷ്രിങ്ക് ഓർ സെൽ. ബ്ലഡ് സെൽ ഷ്രിങ്ക് ചെയ്യും അല്ലെങ്കിൽ സെൽ ചെയ്യും. ബ്ലഡ് സെൽ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ക്ലിയർ അല്ലേ? ആൻസർ ഇവിടെ ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What do you mean by colligative property? It's a property of very dilute solution which depend only in the number of solute particle but not depend upon the nature of solute particle. It only depend upon number of solute particle. The important application is to calculate the molar mass of unknown solute, right? Next question. Liquid solution can be classified into ideal and non-ideal. State Raoult's law എന്നാ പറയുന്നത്. Partial vapor pressure of a component in a solution is the product of vapor pressure of pure component and its small fraction. PA equal to P0A chi A. And when equation കൂടി ഇതാ PA equal to P0A chi A and PB equal to P0B chi B, right? Ready ആണ്. Next question. ലോ അവിടെ ആൻസർ അവിടെ ഉണ്ട്. വാട്ട് ആർ ഐഡിയൽ സൊല്യൂഷൻ? സൊല്യൂഷൻ വിച്ച് ഒബേ റോൾസ് ലോ. റോൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷൻ ആണെന്ത്? ഐഡിയൽ സൊല്യൂഷൻ. ഗിവ് എനി ടു പ്രോപ്പർട്ടീസ് ഓഫ് ഐഡിയൽ സൊല്യൂഷൻ. ഡെൽറ്റ എച്ച് മിക്സിംഗ് ഈക്വൽ 0, ഡെൽറ്റ വി മിക്സിംഗ് ഈക്വൽ 0. ഇതാണ് ഐഡിയൽ സൊല്യൂഷൻ. എക്സാമ്പിൾ മിക്സർ ഓഫ് ബെൻസീൻ ആൻഡ് ടോളീൻ. നെക്സ്റ്റ്, റൈറ്റ് എനി ടു പ്രോപ്പർട്ടീസ് ഓഫ് ഐഡിയൽ സൊല്യൂഷൻ. എന്തൊക്കെയാ? ഡെൽറ്റ എച്ച് മിക്സിംഗ് ഈക്വൽ 0, ഡെൽറ്റ വി മിക്സിംഗ് ഈക്വൽ 0 വിച്ച് ഒബേ റോൾസ് ലോ. എന്ത് ഒബേ ചെയ്യും? റോൾസ് ലോ ഒബേ ചെയ്യും. റെഡിയാണ്. നെക്സ്റ്റ്, what type of deviations are shown by mixture of chloroform and acetone? ക്ലോറോഫോമും അസറ്റോൺ മിക്സ് ചെയ്താൽ ഏത് ടൈപ്പ് ഡീവിയേഷൻ ആണ് കാണിക്കുക? ഇറ്റ് ഷോസ് നെഗറ്റീവ് ഡീവിയേഷൻ ബിക്കോസ് സോൾവെന്റ് സൊല്യൂട്ട് ഇന്ററാക്ഷൻ ഈസ് ഹൈ, റേറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഈസ് ലോ. ക്ലിയർ അല്ലേ? സോൾവെന്റ് സൊല്യൂട്ട് ഇന്ററാക്ഷൻ കൂടുന്നേരം റേറ്റ് ഓഫ് വേപ്പറൈസേഷൻ കുറയുന്നു. യെസ്. നെക്സ്റ്റ്, ഹെൻറീസ് ലോ റിലേറ്റഡ് ടു സോല്യൂബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ്. നമുക്കറിയാം ഹെൻറീസ് ലോ റിലേറ്റഡ് ടു സോല്യൂബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് ആണ്. State Henry's law. Solubility of gas molecule dissolved in a particular mass of solvent at constant temperature is directly proportional to the external pressure applied on the liquid surface. Temperature increases, solubility of gas molecule decreases. Temperature കൂടുന്നതിനും ഗ്യാസിന്റെ solubility കുറയുന്നു. Clear അല്ലേ? Yes. Write any two applications of Henry's law. ഏതൊക്കെ India application? Soda bottle India filled with high pressure. അതുപോലെ തന്നെ scuba divers carrying oxygen helium mixer to avoid the disease bent. Okay, climbers and the hilltop and the climbers ഒക്കെ എപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് അനോക്സിയ ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് ഡിസോൾവ്ഡ് ഓക്സിജൻ ഇൻ ബ്ലഡ്. ബ്ലഡിൽ ഡിസോൾവ്ഡ് ഓക്സിജന്റെ അളവ് കുറയുന്നതുകൊണ്ട് അവർ എത്തുന്ന ഒരു മെഡിക്കൽ കണ്ടീഷനാണ് ഇത് അനോക്സിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ അക്വാട്ടിക് സ്പീഷീസിന് ഏറ്റവും നല്ലത് കോൾഡ് വാട്ടർ ആണ്, അല്ലാതെ ഹോട്ട് വാട്ടർ അല്ല. ഇതൊക്കെ ആരായിട്ട് റിലേറ്റ് ചെയ്താ? ഹെൻറീസ് ലോ ആയിട്ട് റിലേറ്റ് ചെയ്തതാണ്. ക്ലിയർ അല്ലേ? യെസ്. അടുത്തത് 100 cm³ ഓഫ് an aqueous solution of protein contain 1.26 gram of protein. Osmotic pressure of such solution is 300 Kelvin is found to be 2.57 into 10⁻³ pressure. Calculate the molar mass of the proteins ആണ്. മോളാർ മാസ് കാണാനുള്ള ഇക്വേഷൻ ഡെൽറ്റ ടി ബി സീക്കൽ ടു pi is equal to
പൈ ഈസ് ഈക്വൽ ടു WB/MB ഇൻറ്റു RT/V ആണ് ഇക്വേഷൻ. ക്ലിയർ അല്ലേ? ഓരോന്ന് നമുക്ക് ഇവിടെ എടുത്തെഴുതാം, ഓരോ വാല്യൂ നമുക്ക് ഇവിടെ എഴുതാം. വോളിയം തന്നിട്ടുണ്ട്, ഇതാണ് വോളിയം. WB ഇതാണ് WB, ഇതാണ് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. ഓസ്മോട്ടിക് പ്രഷർ പൈ തന്നിട്ടുണ്ട്, ഓസ്മോട്ടിക് പ്രഷർ പൈ. എല്ലാ വാല്യൂ എടുത്തെഴുതാം. പൈ 2.57 ഇൻറ്റു 10⁻³ ആണെന്ന് നമുക്കറിയാം. WB 1.26 ഗ്രാം ആണെന്നറിയാം. മോളാർ മാസ് കാണണം, MB കാൽക്കുലേറ്റ് ചെയ്യണം. R തന്നിട്ട് 0.083 ആണ് അവർ തന്നത്. ക്ലിയർ അല്ലേ? ടെമ്പറേച്ചർ തന്നിട്ട് 300 കെൽവിൻ ആണെന്നറിയാം. വോളിയം V 100 cm³ എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ ആണ്. 100 cm³ എത്ര? 1 ലിറ്റർ. ക്ലിയർ അല്ലേ? സോ MB ഈസ് ഈക്വൽ, MB എങ്ങനെ കിട്ടുക? 1.26 ഡിവൈഡഡ് ബൈ 2.57 ഇൻറ്റു 10⁻³ ഇൻറ്റു 0.083 ഇൻറ്റു 300. ഓക്കെ, 300 ഇത്രയും ഡിവൈഡ് ബൈ 1 ലിറ്റർ ഉണ്ട്. 1 ലിറ്റർ നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. ക്ലിയർ അല്ലേ? അപ്പോൾ ഒരു വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ചാപ്റ്ററിലെ ഓൾമോസ്റ്റ് ടോപ്പിക് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് പഠിക്കാവുന്ന എല്ലാ ചാപ്റ്റേഴ്സുള്ളൂ. എല്ലാ ചാപ്റ്ററും നെക്സ്റ്റ് ഡേ ഈ ദിവസം തന്നെ അടുത്ത ചാപ്റ്റർ ഞങ്ങൾ അപ്ലോഡ് ചെയ്യും. മക്കൾ കാത്തിരിക്കുക.